സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കുന്ന ഏറ്റവും ശ്രേഷ്ഠരായ മഹനീയ വ്യക്തിത്വങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ പ്രോഗ്രാം കാണുകയും ശ്രവിക്കുകയും ചെയ്യുന്ന സാന്ത്വനത്തിൻ്റെ പ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. എനിക്ക് തന്നിരിക്കുന്ന സമയം 15 മിനിറ്റാണ്. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം 1 മണിക്കൂർ വൈകിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അധ്യക്ഷൻ എന്ന നിലയിൽ ഈ പ്രോഗ്രാമിൻ്റെ സമയം ട്രാക്കിലാക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതിനാൽ തന്നെ എനിക്ക് നൽകിയ സമയത്തിൻ്റെ പകുതി മാത്രമേ ഞാനിപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് എടുക്കുന്നുള്ളൂ. ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ജനനം, അത് ലോകത്തിലുണ്ടാക്കിയ മാറ്റം, ചരിത്രത്തെ പോലും പുതിയ ദിശയിലേക്ക് നയിച്ചു എന്നത് യേശുവിൻ്റെ ജനനത്തിൽ സംഭവിച്ച ഏറ്റവും ധന്യവും ഹൃദ്യവുമായ സംഭവമാണ്. ദൈവം മനുഷ്യന് അസ്പർശനീയനും അഗോചരനുമായ ഒരു കാലത്ത് നിന്ന് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന വലിയ സന്ദേശത്തിലേക്കും ആ സന്ദേശത്തിൻ്റെ ഏറ്റവും ഹൃദ്യവും ധന്യവുമായ അനുഭവത്തിലേക്കും ഈ ലോകത്തെ കൊണ്ടുവന്നു എന്നതാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പ്രോഗ്രാമിന് ഇട്ടിരിക്കുന്ന പേര് തന്നെ ദൈവം നമ്മോടുകൂടെ. അതിനു മുമ്പ് ദൈവത്തിൻ്റെ സ്ഥാനം എന്തായിരുന്നു? ഇസ്രായേൽ മക്കളെ വഴി നടത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത മോശ ഒരിക്കൽ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ ചെല്ലുമ്പോൾ എന്നെ ആരാണ് അയച്ചത് എന്ന് അവർ എന്നോട് ചോദിച്ചാൽ, അവൻ്റെ നാമം എന്ത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താണ് മറുപടി പറയേണ്ടുന്നത്? ദൈവം അതിന് കൊടുക്കുന്ന മറുപടിയാണ് പുറപ്പാട് പുസ്തകത്തിൽ, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനിപ്പോൾ പഴകുളം മോർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരി എന്ന നിലയിൽ എൻ്റെ ഇടവകയിലെ അംഗങ്ങൾക്ക് ഒരുപക്ഷെ എന്നെ പരിചയം കാണും. എന്നാൽ ഇതുവരെ പരിചയം കാണാത്ത, അറിയാത്ത ചില ആളുകളും ഉണ്ടാകും. അവർ അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് അധ്യക്ഷനായിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയായി അച്ഛനായിരിക്കുന്നവൻ അച്ഛനായിരിക്കുന്നു എന്ന് മറുപടി പറഞ്ഞാൽ നിങ്ങളോട് മനുഷ്യർ പറയും, സാന്ത്വനത്തിൻ്റെ പ്രോഗ്രാമിന് പോയപ്പോൾ കുഴപ്പമില്ലായിരുന്നു, എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു ഉത്തരമാണോ? നിന്റെ പേര് എന്തെന്ന് ചോദിക്കുമ്പോൾ ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. സ്നേഹം നിറഞ്ഞവരെ, മനുഷ്യന് സങ്കല്പിക്കുവാൻ, മനുഷ്യന് തൊടുവാൻ, മനുഷ്യന് കോംപ്രിഹെൻഡ് ചെയ്യുവാൻ സാധിക്കാത്ത ഒരു ദൈവം, ആ ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നു. ആ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 പ്രാവശ്യമാണ് ആ ദൈവം മനുഷ്യനുമായി ചേർന്ന് വരുന്ന 7 അയാം സ്റ്റേറ്റ്മെന്റ്സ്, എഗോ എയ്മി അയാം എന്ന് പറഞ്ഞ് മനുഷ്യ ജീവിതത്തിൻ്റെ ഉദാത്തമായ മേഖലയിലേക്ക് ദൈവം കടന്നു വരികയാണ്. ക്രിസ്തുമസിന് മറ്റൊരു സന്ദേശമില്ല, ദൈവം നമ്മോടുകൂടെ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ആ ദൈവം കൂടെയുണ്ട്. നമ്മുടെ പ്രതികരണം എന്താണ്? നമ്മുടെ പ്രതികരണം ദൈവത്തെ കൂടെ കൂട്ടുക. ദൈവത്തെ കൂടെ കൂട്ടാൻ എന്താണ് മാർഗം? ക്രിസ്തു തൻ്റെ ജീവിതകാലത്ത് പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടു. ഞാൻ വസ്ത്രമില്ലാത്തവനായിരുന്നു, ഞാൻ ഭക്ഷണമില്ലാത്തവനായിരുന്നു, നിങ്ങൾ എന്നെ ഭക്ഷണം തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ പരിചരിച്ചു. തിരിച്ചു ചോദിക്കുന്നുണ്ട്,
നിന്നെ എപ്പോഴാണ് നഗ്നനായി, ഭക്ഷണമില്ലാത്തവനായി, രോഗിയായി നിങ്ങൾ കണ്ടത്? അപ്പോൾ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ചേർന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ഇമ്മാനുവേൽ അനുഭവം, ഒരു ഇമ്മാനുവേൽ എക്സ്പീരിയൻസ് അത് നമ്മിൽ ഉണ്ടാകണമെങ്കിൽ കുറെ കൂടെ വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് പ്രയാസപ്പെടുന്നവരെ, പ്രതിസന്ധിയിലായിരിക്കുന്നവരെ, രോഗികളെ, കഷ്ടമനുഭവിക്കുന്നവരെ ചെന്നു കാണുകയും അതോടൊപ്പം തന്നെ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് ദൈവം നമ്മോടുകൂടെ. ഞാൻ പഴകുളത്ത് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച, ഈ പഴകുളത്തിന്റെ മുഖച്ഛായ പോലും മാറ്റിമറിക്കുന്ന തരത്തിൽ മണ്ണ് കൊണ്ടുപോകുകയാണ്. എവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്? പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ട അബു പുതിയ മെമ്പറായിട്ട് വരുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസനവും ദൈവം കൂടെയില്ലാത്ത വികസനമാണ്. നമ്മുടെ നാട്ടിൽ ചൂട് കൂടുന്നു, ആഗോള വ്യാപനം കൂടുന്നു, ആഗോള താപം കൂടുന്നു. എന്ത് വികസനമാണ് പ്രിയപ്പെട്ടവരെ? മനുഷ്യനെ കാണാത്ത വിധത്തിൽ മലയിടിച്ച് നിലം നികത്തുകയാണ്. എന്നിട്ട് അതിന് പരിഹാരമെന്ന വണ്ണം അവിടെയും ഇവിടെയും മേസി വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെയുണ്ടാകണമെങ്കിൽ മനുഷ്യനെ കാണണം, പ്രകൃതിയെ കാണണം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തണം. എൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജാനുവരി എന്നതാണല്ലോ ഇംഗ്ലീഷ് വർഷത്തിൻ്റെ ഒന്നാമത്തെ മാസം. ജാനസ് എന്ന ദേവതയിൽ നിന്നുമാണ് ജാനുവരി എന്ന വാക്കുണ്ടായത്. ജാനസിന്റെ പ്രത്യേകത, ഇറ്റ്സ് എ ഗ്രീക്ക് ഗോഡസ്. അതൊരു യവനായ ദേവതയാണ്. ജാനസിന്റെ പ്രത്യേകത, ജാനസിന് മുമ്പും പിൻപും കണ്ണുകളുണ്ട്. ജാനുവരിയുടെ പ്രത്യേകത, പുറകു കണ്ട് മുമ്പിലേക്ക് പോകുന്ന ഒരു മാസമായി, ഒരു ജീവിത അനുഭവമായി മാറാൻ ഈശ്വര കടാക്ഷം സമൃദ്ധിയായിട്ടുണ്ടാകട്ടെ. നിങ്ങൾക്ക് വാഹനം ഉപയോഗിക്കുന്നവരാണ്, നമുക്ക് മുമ്പ് കാണാൻ കണ്ണാടി വേണം. പക്ഷേ റിയർ വ്യൂ മിറർ ഇല്ല എങ്കിൽ സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ സാധിക്കില്ല. പുതിയ വർഷം പുറകു കണ്ട് മുമ്പിലേക്ക് ഗമനം ചെയ്യുന്ന ഒരു നല്ല വർഷത്തിൻ്റെ, നല്ല കൂട്ടായ്മയുടെ ദൈവം നമ്മോടുകൂടെ എന്ന ആപ്തവാക്യം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് നന്മയായി മാറ്റുന്ന വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതിനു വേണ്ടി അധ്വാനിച്ച സാന്ത്വനത്തിൻ്റെ എല്ലാ അംഗങ്ങളോടും അവരുടെ കുടുംബാംഗങ്ങളോടും നമ്മൾ കണ്ടുവല്ലോ, ക്രിസ്മസ് കരോളായി നമ്മൾ വിവിധ വഴികളായി വന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നാം ഒന്നാണ്. വിവിധ വഴികളായി ഈ ഓഡിറ്റോറിയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ വ്യത്യസ്തമായ പാട്ടുകൾ പാടി നാം ഇവിടെ വന്നു. അത് വ്യത്യസ്തതയാണ്. ആ വ്യത്യസ്തതയിൽ ഒന്നായി മാറുന്നതാണ് എക്യുമിനിസം. അല്ലാതെ ഒരാൾ മാത്രം മുമ്പിൽ നിൽക്കുന്നതല്ല. ഒയ്ക്കമനെ എന്ന വാക്കിൽ നിന്നുമാണ് എക്യുമിനിസം എന്ന വാക്കുണ്ടായത്. ആ വാക്കിന്റെ അർത്ഥം ഹൗസ് ലോ, കുടുംബ നിയമം. നമ്മൾ വ്യത്യസ്തരായി വന്ന് നാനാത്വത്തിൽ ഏകത്വമായി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അതാണ് യഥാർത്ഥ എക്യുമെനിസം. അത് സാന്ത്വനത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പഴകുളം ദേശത്ത് മറ്റുള്ളവർക്ക് സാക്ഷ്യമായി മാറുന്ന യഥാർത്ഥ എക്യുമെനിസമായി മാറുവാൻ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കാട്ടുന്ന വലിയ അധ്വാനത്തിന് ജഗദീശ്വരനെ നന്ദി പറഞ്ഞുകൊണ്ടും അതിനുവേണ്ടി എല്ലാ അനുമോദനങ്ങളും പ്രോത്സാഹനങ്ങളും അർപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.